ബിഗ് ബോസ് സീസൺ 6. അതെ, ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് റിവ്യൂ പറഞ്ഞേ പറ്റുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് സീസൺ 6ന്റെ മാത്രമല്ല മൊത്തത്തിൽ ബിഗ് ബോസിന്റെ റിവ്യൂ ഇടുന്നത്. ഇന്ന് എനിക്ക് പറയാനുള്ളത് ജാസ്മിനെ കുറിച്ചാണ്. ഈ സീസൺ തുടങ്ങിയ ആദ്യത്തെ ദിവസം മുതൽ എനിക്ക് ജാസ്മിന്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയം പോട്ടെ, നോക്കാം എന്ന് കരുതി വെയിറ്റ് ചെയ്തിരുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് അത് ക്ലിയർ ആയി. മറ്റൊന്നുമല്ല, ജാസ്മിൻ ഗബ്രീനോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അപ്പം ഓപ്പൺ ആയിട്ട് ജാസ്മിൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമാണ് നിന്നെ. ജാസ്മിന് വെളിയിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയത്, ഈ ബ്ലാ 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 എല്ലാ കഥകളും എല്ലാവർക്കും അറിയാം. അപ്പം ഗബ്രി വന്ന് എനിക്കും ഇഷ്ടമാണ്, പക്ഷെ എന്ന് കരുതി എനിക്ക് നിന്നെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ നിന്നെ വിവാഹം കഴിക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല എന്ന്. ജാസ്മിൻ അതിനുള്ള ആൻസറും കിട്ടിക്കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ തമിഴ് ബിഗ് ബോസ് സീസൺ 1 കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് കഥ മനസ്സിലായി കാണും. അതെ, ഓവിയയുടെ ലൈനാണ് ഇനി ജാസ്മിൻ പിടിക്കാൻ പോകുന്നത്. ജാസ്മിൻ ഇനി കുറച്ചൊന്ന് നിരാശയൊക്കെ കളിച്ചു നോക്കും. അതിനുശേഷം ജാസ്മിൻ കളത്തിലേക്ക് ഇറങ്ങും. ഗബ്രി ഇനി ജാസ്മിന് പിടി കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. കാരണം ഗബ്രിക്ക് മനസ്സിലായി കഴിഞ്ഞു ഗബ്രിയുടെ പേര് വെളിയിൽ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്സാക്ട് സീസൺ 1ലും ഇത് തന്നെയാണ് നടന്നത്. ഓവിയ അതിനകത്ത് റിലേഷനായിട്ടുണ്ടായിരുന്ന പയ്യന്റെ ഇമേജ് വളരെ മോശമായിരുന്നു. ഓവിയയ്ക്ക് ഒരു എന്താ പറയുക, ഹീറോയിൻ പരിവേഷമായിരുന്നു സീസണിൽ നിന്ന് വെളിയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഓവിയ അതിനകത്ത് വലിയൊരു നല്ല കണ്ടസ്റ്റന്റും ആയിരുന്നില്ല. ബിഗ് ബോസിന് പറ്റിയൊരു പ്രൊഡക്റ്റേ ആയിരുന്നില്ല ഓവിയ. ഇവിടെ ജാസ്മിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് കേട്ടോ. ജാസ്മിൻ ബിഗ് ബോസിന് പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഓവിയയെ പോലെ പുറത്തു പോകാൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ വെളിയിലെ നെഗറ്റീവിനെ പേടിച്ച് പോകാൻ ശ്രമിച്ചാലും ആളവിടെ മാക്സിമം പിടിച്ചു നിൽക്കും. പക്ഷേ വെളിയിലത്തെ സൈബർ അറ്റാക്ക് മുമ്പ് നേരിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കൂടിപ്പോയാൽ ഏതുവരെ പോകും എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ആ ചിന്തിച്ചതിനുമൊക്കെ അപ്പുറത്തേക്കാണ് വെളിയിലത്തെ സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ജാസ്മിൻ അറിയത്തില്ല. എനിവേ, ജാസ്മിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റാറ്റസ് ബിഗ് ബോസിൽ നിന്ന് മനസ്സിലായി. ജാസ്മിൻ ഓവിയ ലൈനാണ് പിടിക്കാൻ നോക്കുന്നത്. ഇത് 3G ആകുമോ അതോ സക്സസ് ആകുമോ എന്ന് കണ്ടറിയണം. ഇപ്പം തന്നെ ഏകദേശം ജാസ്മിൻ ഒരു ഫാൻ ഫോളോവേഴ്സ് കൂടി വരുന്നുണ്ട്. ജാസ്മിൻ വിചാരിച്ച നിലയ്ക്കാണ് ഈ ഗെയിം പോകുന്നതെങ്കിൽ യെസ്, ആദ്യം നെഗറ്റീവും പിന്നീട് പോസിറ്റീവുമായി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇത് ഈ ബിഗ് ബോസ് സീസണിൽ വന്ന് നേടിയവരെക്കാൾ കൂടുതൽ നഷ്ടപ്പെട്ടവരാണ്. നമ്മൾ സീസൺ 1 മുതൽ ഇങ്ങോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, അവരുടെ ഇമേജ് ഇല്ലാണ്ടായിട്ടുള്ളത് സ്ത്രീകൾക്കാണ്. ഇമേജ് ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള സ്ത്രീകൾക്കാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ആർത്തലച്ച് സംസാരിച്ച് ഷൗട്ട് ചെയ്തിട്ടും ഇമേജിന് പ്രശ്നം വരാത്ത ഒരേ ഒരു കണ്ടസ്റ്റന്റ് നമ്മുടെ ശോഭ വിശ്വനാഥ് മാത്രമായിരിക്കും. പുള്ളിക്കാരി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് സംസാരമായിരുന്നു. എന്നാൽ നമ്മുടെ സീസൺ 2ലാണോ 3ലാണോ എന്നറിയത്തില്ല, നമ്മുടെ ആര്യയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംസാരമായിരുന്നു. പക്ഷെ ആര്യയ്ക്ക് എന്തുകൊണ്ടോ വളരെ മോശം ഫീഡ്ബാക്കാണ് വെളിയിലേക്ക് വന്നുകൊണ്ടിരുന്നത്.